ഞാൻ നൊബോക്സ് സോളോ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് 3-4 ചേട്ടന്മാരിന്ന് റബ്ബർ ബഡ്ഡിങ്ങിന് വന്നിട്ടുണ്ട്. ടാപ്പിയല്ല, ബഡ്ഡിങ്ങിന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊരു വീഡിയോ എടുക്കട്ടോ എന്ന് ചോദിച്ചു. അവരത് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഇടുകയാണ്. അതായത് റബ്ബർ ബഡ് ചെയ്യുന്ന രീതി. നിങ്ങൾക്ക് ബഡ്ഡിങ്ങിന് ആൾക്കാർ റബ്ബറിൻ്റെ ബഡ്ഡിങ്ങിന് ആളിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ നമ്പറൊക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ പെർമിഷൻ അപ്രതീക്ഷിതമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ബഡ്ഡിങ്ങിനെ കുറിച്ചോ ടാപ്പിങ്ങിനെ കുറിച്ചോ വലിയ അറിവോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പൊതുവേ ഈ മേഖലയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അവർ പറയുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ പരമാവധി കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഞാൻ നൊബോക്സ് സോളോ. ആദ്യം തൈ തുടയ്ക്കുക, എന്നിട്ട് തൈ കീറി വിടുക, അടുത്ത് ബഡ് കണ്ണെടുക്കുക, കമ്പെടുത്ത് കമ്പ് തുടയ്ക്കണം. ഇതിൽ പാലടി ചതവ് മുകളമുണ്ട് പൊടിക്കാൻ വേണ്ടി. അത് അളവിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തൈ പൊളിച്ച് ഇതിൽ വയ്ക്കാം. പ്ലാസ്റ്റിക് എടുത്ത് ചുറ്റാം. ചേട്ടാ എത്ര വർഷമായി ഈ മേഖലയിൽ? 30 കൊല്ലമായി. വളരെ സീനിയറുള്ള ചേട്ടനാണപ്പോൾ. അതായത് ആദ്യം മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരു ബഡിൻ്റെ തണ്ടെടുത്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ സ്കിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം തൈ തുടച്ചു പൊളിച്ചു. അതിൻ്റെ അതേ അളവിൽ അല്പം കുറച്ച് കുറച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് ചുറ്റിയതിന് ശേഷം മുകളിൽ മാർക്ക് ചെയ്ത് ഇത് കെട്ടും. അല്ല, മുകളിൽ നന്നായിട്ട് റൗണ്ട് ചെയ്തല്ലേ, ചുറ്റും റൗണ്ട് ചെയ്ത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് കെട്ടും. കെട്ടിയതിന് ശേഷം ഇത് എത്ര വർഷത്തെ കാലാവധിയാണ് കേട്ടോ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത് പൊടിച്ചു വരുന്നത്? പൊടിച്ചല്ല, ഇത് പിടിക്കാത്തത് ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് അടിച്ചുകൂടാം. ഓ, അങ്ങനെ 30 ദിവസമാണ് ഇതിന്റെ കാലാവധി. ഇത് പിടിക്കുന്നതിനെ എടുക്കുകയും പിടിക്കാത്തതിനെ വീണ്ടും സെക്കൻഡ് റൗണ്ട് കെട്ടാം. ഇതേപോലെ വീണ്ടും കട്ട് ചെയ്യും, വീണ്ടും അതുപോലെ ചെയ്യും. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് പൊടിച്ചു വരുന്നതാണോ ബഡായിട്ട് പൊങ്ങി വരുന്നത്? ഇത് പറിച്ച് ഉടനെ കട്ട് ചെയ്യും. കട്ട് ചെയ്താലേ മുളയെന്ന് പൊടിച്ചു വരും. ഇത് 30 ദിവസത്തിന് ശേഷം വരുന്ന പ്രക്രിയയാണ് അത്. 30 ദിവസത്തിന് ശേഷം ഇത് പറിച്ചിട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് വിടും. മുകളിൽ നിന്ന് കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ചേട്ടാ പിന്നീട് ആ മുള പൊട്ടണ? ഏകദേശം 1 ദിവസം കഴിയുമ്പോൾ മുള പൊട്ടും. മുള പൊട്ടിയതിന് ശേഷം അതിനെയാണ് പിന്നീട് വളർന്നതിന് ശേഷം നമ്മളെ ഇതുപോലെ വിളയിൽ കൊണ്ടുവന്ന് നടന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ബഡ്ഡിങ്ങിൻ്റെ കറക്റ്റ് രീതി. അപ്പോൾ ആദ്യം കുരു നടും. കുരു നട്ടതിന് ശേഷം ചെടി ഇതുപോലെ ഒരു ഉദ്ദേശിച്ചത് ഒരു 3 അടി പൊക്കം വരില്ലേ ഈ ചെടിയൊക്കെ? 2.5 അടി 3 അടി പൊക്കം വന്നതിന് ശേഷം അതിൻ്റെ താഴെ വന്നിട്ട് അതിൻ്റെ സ്കിന്ന് അതായത് തൊലി റിമൂവ് ചെയ്യും ഒരു നിശ്ചിത അളവിന്. അതൊരു എത്ര വരുന്ന 3 ഇഞ്ച് വരുമോ? 2.5 ഇഞ്ച് കനത്തിൽ അത് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു തണ്ടിൻ്റെ സ്കിന്നെടുത്തിട്ട് ബഡ് വുഡ്. അതായത് ബഡ് ചെയ്ത് ഒരു വുഡിൻ്റെ ഇതെടുത്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ തൊലി എടുത്ത് സ്കിന്നെടുത്തിട്ട് കണ്ണെടുക്കും. എടുത്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരല്പം നീളം കുറച്ചിട്ട് അകത്തോട്ട് വയ്ക്കും. വച്ചതിന് ശേഷമാണ് പ്ലാസ്റ്റിക് കൊണ്ടിട്ട് നന്നായിട്ട് ചുറ്റി നല്ല സ്ട്രോങ് ആക്കി വിടും.
നല്ല സ്ട്രോങ് ആക്കി വിട്ടതിന് ശേഷം 30 ദിവസം കഴിഞ്ഞിട്ട് അഴിച്ചു വിട്ട് വീണ്ടും 20 ദിവസം കഴിഞ്ഞാൽ പിഴുന്നത്. ഓ 30 ദിവസം കഴിഞ്ഞ് അഴിച്ചു വിട്ടതിന് ശേഷം മുകളിൽ നിന്ന് പകുതി വെച്ച് കട്ട് ചെയ്ത് വിടില്ലേ? ഇല്ല 20 ദിവസം കഴിഞ്ഞ് പറിച്ചാണ്. പറിച്ച് കട്ട് ചെയ്തതിന് ശേഷം മുള വന്നതിന് ശേഷം ആ മുള പൊങ്ങിയിട്ടാണ് കൂടയിലൊക്കെ വെക്കാം. എന്നിട്ടാണ് പിന്നീട് ഒരു 2 അടിയൊക്കെ പൊങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ വിളയിലോട്ട് വയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബഡ്ഡിങ്ങിൻ്റെ അടിസ്ഥാനം റബ്ബറിൻ്റെ. ഈ ബഡ്ഡിങ്ങിന് പിന്നെ ഈ ഒറ്റ രീതി തന്നെ ഉള്ളോട്ടോ അത് വേറെ എന്തെങ്കിലും? ഇല്ലല്ല, ഏകദേശം എല്ലാം ഒരേ കണക്ക് തന്നെയാണ്. നമ്മളോട് ഇപ്പോൾ ഇത് ബഡ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ പേര് ജോൺ ചേട്ടനാണ്. ജോൺ ചേട്ടൻ ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ. അപ്പോൾ ഏകദേശം ജോൺ ചേട്ടൻ ഒരു ഉദ്ദേശം 1 ലക്ഷം തയ്യെങ്കിൽ ഇതുവരെ ബഡ് ചെയ്ത് മാർക്കറ്റിൽ പോയിട്ടുണ്ടാവും. ഇപ്പം ചേട്ടൻ ഇതിൻ്റെ ഒരു സകലകല വല്ലഭനാണ്. അല്ലേ? ഏകദേശം 1 ലക്ഷം തയ്യെങ്കിലും ബിലുമ്പോൾ ചേട്ടൻ്റെ കൈ വഴി ബഡ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ? ഒരു ദിവസം ശരാശരി എത്ര ഇത് ബഡ് ചെയ്യും ചേട്ടാ? ഒരു 500. അപ്പോൾ 30 വർഷം ആകുമ്പോഴത്തേക്ക് പിന്നെ ആവറേജ് ഒരു മാസത്തെ 20 ദിവസമെങ്കിലും ചേട്ടൻ ഈ ജോലി ചെയ്യില്ലേ? ഒരു 15-20 ദിവസം വെച്ച് കണക്കാക്കിയാൽ ചേട്ടൻ ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ 7500 തൈ തടയാണ്. 7500 തൈ ബഡ്ഡിയാണ്. അപ്പോൾ 30 വർഷം പിന്നെ ഒരു മാസം. അപ്പോൾ ഒരു വർഷം 75,000, 75,000-80,000 തൈ. 30 വർഷം എന്ന് പറഞ്ഞാൽ 8 × 16 24 ലക്ഷം തൈ ചേട്ടൻ്റെ കൈ വഴി ടാപ്പ് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. റബ്ബർ ബഡ് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഒരു സകലകാല വല്ലഭനെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ ബഡ് ചെയ്തിട്ട് വിടുന്ന റബ്ബർ പൊടിച്ചതാ ഇതുപോലെ. ഇത് ബഡ് ചെയ്ത് വിട്ടിരിക്കണത് പൊങ്ങി വന്നിരിക്കണല്ലേ ഏട്ടാ ഈ മരം? ഇത് നട്ട് ഇത് ഏകദേശം ഒരു വയസ്സ് പ്രായം വരുമില്ലേ ഈ ചെടിക്ക്? ഏകദേശം 1 വയസ്സ് പ്രായം വന്ന ചെടിയാണിത്. ഇനി ഇവരുടെ ബഡ്ഡിങ് ടീമിൻ്റെ എല്ലായിടത്തും ബഡ് ചെയ്യാൻ പോവില്ലേ? അപ്പോൾ ബഡ്ഡിങ് ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറയാൻ വേട്ടാ? 94 95 95 84 54 96 45. പിന്നെ അടുത്ത ആളിൻ്റെ അടുത്തോട്ട് പോട്ടെ. ചേട്ടൻ്റെ പേര്? ഇതാ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. ചേട്ടാ മൊബൈൽ നമ്പർ ഒന്ന് പറയും ഒന്നുകൂടെ. അതാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ചേട്ടൻ നേരത്തെ പറഞ്ഞു തരല്ലേ ഏട്ടാ? ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഒരു പ്രാവശ്യം തെറ്റിയല്ലോ. അത് തന്നെ റെഗുലറായിട്ട് വിളിച്ചാൽ കിട്ടുന്നത് നിങ്ങളെ. അത് തന്നെ അതൊരിക്കൽ കൂടെ പറയൂ കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞേക്കാം. 94 95 54 96 45. താല്പര്യമുള്ളവർ ബഡ്ഡിങ് ടീമിനെ കോൺടാക്ട് ചെയ്യാൻ കരുതി. അവരൊരു ടീമായിട്ട് തന്നെയുണ്ട്. ചേട്ടനും 4-5 സ്റ്റാഫുമായിട്ട് വരും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഈ പറഞ്ഞത്. മറ്റെന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ എന്തെങ്കിലും റബ്ബറിനെ കുറിച്ചുള്ള വിശദമായിട്ട് അറിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജയസിംഗ്. ജയസിംഗ്. ചേട്ടൻ എത്ര കാലമായി? 17 കൊല്ലമായി. 17 കൊല്ലമായി. അപ്പോൾ എല്ലാവരും നല്ല അത്യാവശ്യം ലീഡിങ് ടീമാണ്. ഒറ്റ ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യണേ? ഒറ്റ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കോൺടാക്ട് നമ്പറെല്ലാം പുള്ളിയുടെ തന്നെയല്ലോ? നേരത്തെ പറഞ്ഞു തന്നെയല്ലോ. അപ്പോൾ ഏകദേശം 17 വർഷമായി. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 10 ലക്ഷം തൈ അടുപ്പിച്ച് ബഡ് ചെയ്തിട്ടുണ്ട് ആവറേജ്. നാട് ഇവിടെ തന്നെയാണ് സ്ഥലം? പനച്ചമുട അമ്പലക്കല. നമ്മുടെ വെള്ളഡേയിലോട്ട് പോകുന്ന വഴിക്ക്. കോണ്ടാക്ട് നമ്പർ നേരത്തെ പറഞ്ഞു. ഇനി അടുത്ത ചേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ചേട്ടൻ്റെ പേര് പറഞ്ഞോളൂ. സെൽവൻ.
സെലൻ ചേട്ടൻ എത്ര വർഷമായി ഇതിൽ? 30 വർഷമായി. 30 വർഷം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സീനിയർ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ ഏകദേശം ഒരു 24 ലക്ഷം തൈ അടുപ്പിച്ച് ബഡ് ചെയ്തിട്ടുണ്ട് ആവറേജ്. കണക്ക് കാണൂല. അല്ല, നമുക്ക് ഞാനെടുത്ത കണക്കാണ്. കാരണം ഒരു ദിവസം ശരാശരി 500 തൈ ബഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് കണക്കാക്കി 15 ദിവസം ജോലി കറക്റ്റ് ചെയ്തു. 15 ദിവസത്തിന് നമ്മൾ 15 ദിവസം ആകുമ്പോൾ 7500 തൈ. 7500 തൈ ആകുമ്പോഴത്തേക്കും 10 മാസം ആകുമ്പോൾ 75,000. അപ്പോൾ അപ്രോക്സിമേറ്റ് 80,000 ഒരു വർഷത്തിൽ. അപ്പോൾ 30 വർഷം ആകുമ്പോഴത്തേക്കും ഒരു വർഷം 80,000, ഒരു 10 വർഷം ആകുമ്പോഴത്തേക്കും 8 ലക്ഷം. അപ്പോൾ 30 വർഷം ആകുമ്പോൾ 24 ലക്ഷം തൈ. ഇല്ല എങ്കിലും കുറച്ച് കുറയും. ചിലപ്പോൾ ഒരു 5 ലക്ഷം 6 ലക്ഷം കുറഞ്ഞാലും ആവറേജ് ഒരു 18-17 ലക്ഷം തൈ ബഡ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വഴിക്ക്. എല്ലാവരും നല്ല ഹെവി എക്സ്പോർട്ടാണ്. പുതിയ ആൾക്കാരും അല്ല. അപ്പോൾ ചേട്ടൻ്റെ പേര് വിജയകുമാർ. ചേട്ടന് എത്ര വർഷമായി? 30 വർഷമായി. എല്ലാവരും വളരെ സീനിയറായിട്ടുള്ള, വളരെ പ്രാക്ടീസുള്ള, 17 വർഷം മുതൽ 30 വർഷം വരെ പ്രാക്ടീസുള്ള ചേട്ടന്മാരാണ് ഇത് ബഡ് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് റബ്ബറിൻ്റെ ഏത് വിഷയത്തിനും ഇവരെ കോൺടാക്ട് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ഡിങ്ങിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവില്ല എന്ന് ഈ എക്സ്പീരിയൻസ് തെളിവാണ്. കറക്റ്റ് അല്ലേ? അല്ലേ? ഇത് മാത്രമല്ല ചേട്ടാ, പിന്നെ പ്ലാവും മാവും ഒക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇവർക്ക് റബ്ബറിൻ്റെ ടാപ്പിംഗ് മാത്രമല്ല, എന്തൊക്കെയുണ്ട് ചേട്ടാ? പ്ലാവ് മാവ് ഇങ്ങനെയുള്ള നമ്മളെ അതായത് ഫ്രൂട്ട്സ് ടൈപ്പ് ഏതും പ്രധാനമായിട്ടും പ്ലാവും മാവും. നല്ല പ്ലാവും മാവും കൂടെ ഇവർ ബഡ് ചെയ്യും. അതുപോലെ ഫ്രൂട്ട് ടൈപ്പ് അല്ല, അവർക്ക് പ്രധാനമായിട്ട് റബ്ബർ, പ്ലാവ്, മാവ് അല്ലേ ചേട്ടാ? ഇത് പോയിട്ട് ജാതിപത്രി, ജാതിക്ക, അതെന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. അതായത് 17 വർഷം മുതൽ 30 വർഷം വരെ ഗ്യാരണ്ടിയുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയവരെ കിട്ടാനാണ് പാട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ബഡ്ഡിങ്ങിനൊരു ഏതൊരുവിധ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയില്ല. അതായത് 99.99% ഗ്രോത്ത്, അതായത് വിജയ സാധ്യതയാണ്. 0.1% ഏത് ജോലിക്കും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ചേട്ടന്മാരെ നമ്പർ നേരത്തെ പറഞ്ഞു. വിശദമായ രീതി അടിക്കുറിപ്പോടെ പുറകിലോ പിന്നിലുണ്ടാവും. ഇത് നമ്മുടെ പിന്നിൽ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ടാപ്പിയുടെ ചേട്ടന്മാരാണ്. ഇവർ പിന്നിൽ കാണുന്ന ചേട്ടന് 17 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞു. 18 വർഷമാണ്. ഈ ഇരിക്കുന്ന ചേട്ടന് 30 വർഷം അല്ലേ? 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ആ ചേട്ടൻ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവർ റബ്ബർ മാത്രമല്ല, ഈ കാണുന്ന റബ്ബറിൻ്റെ ടാപ്പിംഗ് മാത്രമല്ല, റബ്ബറിങ് ഇവർക്ക് ഒരു സെക്ഷൻ ആകുമ്പോഴത്തേക്കും ഒപ്പം തന്നെ പ്രധാനമായിട്ട് പ്ലാവ്, മാവ്, ഇതിൽ ഏത് ഫ്രൂട്ട് തൈ ആയാലും ഈ റബ്ബറായാലും ബഡ്ഡിങ്ങിൻ്റെ ബഡ്ഡിങ്ങിന് ഏത് ബഡ്ഡിങ്ങിനും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം. 99.99% അല്ലെങ്കിൽ 100% ഗ്യാരണ്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 30 വർഷത്തെ എക്സ്പീരിയൻസ്. ഇത് സാധാരണ ബഡ് ചെയ്യണവരെ പോലെയല്ല, അവർക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള ഒരു ബഡ് ചെയ്യുമ്പോഴത്തേക്കും 99.99% വിജയ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവർ ബഡ് ചെയ്യണ ഒരു സാധനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് എവിടെ കൊണ്ടുവേണമെന്ന് നടാം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബലം വരുമ്പോൾ, ഇപ്പോൾ റബ്ബറായ വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അളവിൽ പാലും ഉണ്ടാവും, മരത്തിന് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും അല്ലേ ഏട്ടാ? അല്ലേ? സാധാരണ മരമൊക്കെ ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിയും. ഒടിച്ചിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പാല് കിട്ടുന്നതിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇതാ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവർക്ക് അത് കൃത്യമായിട്ട് ഇനം കണ്ടെത്തി കറക്റ്റ് ചെയ്ത് അവർ ബഡ് ചെയ്യുകയും ചെയ്യും. അതാണ് വ്യത്യാസം. ഇപ്പോൾ സാധാരണ വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള സാധാരണ ആൾ ഒരു ബഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇനമൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യത കുറയും അല്ലേ ഏട്ടാ? എടുത്തു കൊടുക്കും. അപ്പോൾ അതാണ് വ്യത്യാസം. അതാണ് എക്സ്പീരിയൻസിൻ്റെ മറ്റു കാര്യങ്ങളുടെ വ്യത്യാസം കൃത്യമായി. അപ്പോൾ അതനുസരിച്ച് തന്നെ പിന്നെ മരത്തിന് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ട് റബ്ബറാകുമ്പോൾ പാല് കൂടും അല്ലേ? അതുപോലെ തന്നെയാണ് മാവും പ്ലാവും ആയാലും അത് ബലവും ഇതുണ്ടാവും. പിന്നെ ഇതൊക്കെ തന്നെ അവർ വളരെ നല്ല മരം ആണ്. അതിനകത്ത് ബഡ്ഡിങ്ങിന് അതിൻ്റെ സ്കിന്ന് കയറ്റണമെന്നുകൊണ്ട് പൊതുവെ രുചിയും കൂടുതലായിരിക്കും അല്ലേ ഏട്ടാ? പ്ലാവ് മാവൊക്കെ നമ്മളെല്ലാത്തിനും ഒരു നാടൻ ടേസ്റ്റ് വരും. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്, ഇവരുടെ ഈ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഒരു ഗുണം. പക്ഷെ അല്ലാത്തവർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും
നമ്മൾ വീട്ടിലൊക്കെ പലയിടത്തും ഞാനും വെച്ചിട്ടുണ്ട് പലതും. ഇതിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ചെയ്തവർ നമുക്കല്ലാത്ത ഇതുപോലെ കൃത്യമായിട്ടും അറിയാം. അതായത് മറ്റേത് ലോങ് ലാസ്റ്റിങ് ഫലപുഷ്ടമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മറ്റതൊക്കെ എന്ന് പറയുന്നത് പൊതുവേ ഏതെങ്കിലും എടുത്ത് ബഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പൊതുവേ ടേസ്റ്റ് കുറയും. രണ്ടാമത് മരം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരും. മറ്റത് അങ്ങനെയല്ല. അതാണ് ആ എക്സ്പീരിയൻസ്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് ഇവർ. നിങ്ങൾ നമ്പർ ഞാൻ താഴെ കൊടുക്കും. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, അവരെ വിളിക്കുക. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ വിളിക്കുക, സംശയങ്ങൾ തീർത്തു തരും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ബഡ്ഡിങ്ങിന് അവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ബാക്കിലോട്ട് പിന്നെ സബ്സ്ക്രിപ്ഷനിലും പിന്നിലോട്ട് കൊടുക്കും. സൈനിങ് ഓഫ് നോബക്സോളോ.